എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നമ്മോട് ചോദിച്ചൊരു ഐഡിയ നമ്മുടെ ഈ ബെൽറ്റിൻ്റെ വശം ഈ ബെൽറ്റ് തുമ്പ് കവർ ചെയ്ത് അടിക്കാവുന്ന ബ്ലൗസിൻ്റെ ഏറ്റവും സ്റ്റിച്ചിങ്. കാരണം ബ്ലൗസിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഫിനിഷിങ് പെട്ടെന്നൊരു വ്യക്തി തുമ്പ് വശം ഡാട്ടുമായിട്ട് പിടുത്തം വരുന്നൊരു ബെൽറ്റിൻ്റെ തുമ്പ് ഇതിൻ്റെ എപ്പോഴും നമ്മൾ ഈ ഡാട്ട് പിടിക്കുന്ന പീസ് ഈ ബെൽറ്റ് പീസ് കൊള്ളിക്കാതെ നമുക്കത് കവർ ചെയ്ത് തയ്ക്കുക എന്ന് പറയുന്നത് ഒരു വീഡിയോ വളരെ ഗുണകരമായ ഫിനിഷിംഗ് വീട്ടിൽ നമുക്ക് ഓവർലോക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റിയ തീർച്ചയായിട്ടും നമ്മൾ അത് ഒരു കവർ ചെയ്ത് അടിക്കുന്ന ഒരു സിസ്റ്റം. കാരണം രണ്ട് പീസിൻ്റെയും ബെൽറ്റ് പീസിൻ്റെയും തുമ്പിലേക്ക് അകത്തേക്ക് പോകുന്നതിനെ പറ്റിയാണ്. ഇതിൻ്റെ തുമ്പ് എത്രത്തോളം നമുക്കത് ഭംഗിയാക്കാവോ അത്രത്തോളം ഭംഗിയാക്കുന്ന നമ്മുടെ സ്റ്റിച്ചിങ്ങിന് മറ്റുള്ള കസ്റ്റമറിന് ഒരു വലിയ ഫിനിഷിങ് തോന്നും. ചെറിയൊരു ടെക്നിക്കൽ പരിപാടികളുണ്ടായി നമുക്ക് ആ ഫിനിഷിങ് കൂട്ടിയെടുക്കണം. അതെങ്ങനെ തയ്ക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ടിരിക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾവശം ഒന്ന് കാണുമ്പോൾ തന്നെ അതുപോലെ നമ്മൾ സാരി വിത്ത് പോലത്തുള്ള ബ്ലൗസൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ചിലപ്പോൾ ഒരു പോളിക്സ് മിക്സിങ് ഒരു തുമ്പ് ഊരിയ ബാക്കി തുമ്പ് ഊരിയപ്പോൾ ഈ ഡാട്ടിൻ്റെ ഒരു ഭാഗം എപ്പോഴും ടൈറ്റ് വരുന്നൊരു ഭാഗമായതുകൊണ്ട് അത് നമ്മളെപ്പോഴും കവർ ചെയ്തടിക്കുന്ന ഏറ്റവും ഗുണകരമായ കാര്യമാണ്. നിസ്സാരം സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത് ഏത് രീതിയിലാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഡാട്ട് അടിക്കണം. എപ്പോഴും നമ്മൾ ആ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡാട്ട് അടിക്കണം. ഡാട്ട് അങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ രണ്ട് തുമ്പൊക്കെ കറക്റ്റായിട്ട് വെട്ടി അതിൻ്റെ മറ്റേ പടിയിലേക്ക് അത് കയറാതെ നല്ല വൃത്തിയായിട്ട് തന്നെ ഡാട്ടിൻ്റെ തുമ്പ് എപ്പോഴും നമ്മൾ മറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ബാക്ക് സൈഡിലോട്ട് തന്നെ മറിയുന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തുമ്പ് മറിച്ച് കൊടുക്കണം. കാര്യം ബാക്ക് സൈഡിലോട്ട് തന്നെ മറിച്ച് കൊടുക്കണം. എങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ഡാട്ടിന് ഒരു പിടുത്തം വരാതെ ഇരിക്കുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ബെൽറ്റ് പീസ് രണ്ടും സെയിം പീസാണ്. ചിലർ 3 പീസ് വെക്കാറുണ്ട്. 3 പീസ് വെച്ചാലും വെക്കുമ്പോൾ ഇപ്പം ആ 2 പീസ് വെച്ചടിക്കണം. ഒറിജിനൽ പീസ് ഏതാണോ അതാണ് നമ്മൾ ആദ്യം വെച്ച് അടിക്കേണ്ടത്. ഷേപ്പും ഫ്രണ്ടും ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ബെൽറ്റിൻ്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്നൊക്കെ വെച്ചിട്ട് ഒറിജിനൽ പീസ് നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ ഇതിലേക്ക് തന്നെ ആദ്യം ജോയിൻ്റ് ചെയ്യണം. ഒരു പീസ് വെച്ചിട്ട് കറക്റ്റ് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങി കൃത്യമായി ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങിക്കോ, കുഴപ്പമില്ല. കൃത്യമായിട്ട് തുടങ്ങി അങ്ങനെ തന്നെ നമ്മൾ 4 ഇഞ്ച് വീതിയിൽ തന്നെ തുമ്പ് പിടി 4 ഇഞ്ചും ഒരു പോയിൻറ്റും വെച്ച് വേണമെങ്കിൽ നമുക്ക് പിടിക്കാം കേട്ടോ. ഉള്ളിൽ നിന്ന് അത് പോകാതിരിക്കുക. എന്നിട്ട് കറക്റ്റ് ചെയ്ത് അങ്ങനെ അടിക്കുക. അങ്ങനെ തന്നെ കറക്റ്റ് തുമ്പ് വെച്ച് കൊടുക്കുക. കറക്റ്റ് അങ്ങനെ തന്നെ അടിച്ചിറക്കുക. തയ്ച്ചിറക്കിയതിന് ശേഷം നമ്മളൊന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് കൊടുത്ത ഈ ബെൽറ്റും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്യണം. കറക്റ്റ് അവിടെ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തു. അങ്ങനെ എന്നിട്ടിനി നമ്മൾ കറക്റ്റ് ആ മറ്റേ നമ്മുടെ ബെൽറ്റ് പീസ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കനം കുറഞ്ഞ തുണി ഞാൻ 2 എണ്ണം വെച്ച് വെക്കും. അത് ഈ ഫ്രണ്ട് പീസ് നമ്മൾ അകത്തേക്ക് തള്ളിയിട്ടിട്ട് ഇപ്പം നമ്മൾ വെച്ച ബെൽറ്റ് പീസിൻ്റെ അടിയിലേക്ക് ഇത് വെച്ചിട്ട് ഇതുപോലെ തന്നെ അടിക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഓവർലോക്ക് മെഷീനൊന്നും വീട്ടിലില്ലാത്തവർക്ക് ഏറ്റവും ഗുണകരമാണ്. എന്താണെങ്കിലും നമ്മൾ അത് 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ആ സെയിം 2 സ്റ്റിച്ച് തന്നെ നമുക്ക് കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നമുക്ക് ഇത്രയും നല്ല ഫിനിഷിങ് ആണ്. കാരണം നമ്മൾ സാരി ബ്ലൗസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം അതിൻ്റെ ഫിനിഷിങ് വരാനുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. പിന്നെ ഓവർലോക്ക് മെഷീൻ നമുക്ക് ഇല്ലാത്തവർ കാണും വീട്ടിൽ. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെയധികം ഗുണകരമായിരിക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പ് സൈഡ് തന്നെ മേലെ വെച്ചിട്ട് ഇതുപോലെ തന്നെ മറിക്കുക. അങ്ങനെ തന്നെ വെച്ച് ബെൽറ്റ് പീസ് നമ്മൾ അടിച്ച പോലെ തന്നെ അതേ രീതിയിലും അതേ തുമ്പൊക്കെ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ അങ്ങനെ തന്നെ കണ്ടോ അതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത്. അപ്പോൾ ഡാറ്റിൻ്റെ ആ തുമ്പൊന്നും ഒരു കാരണവശാലും മറ്റേ പീസ് അടിച്ചപ്പം നമ്മൾ പുറകുവശത്തേക്ക് വെച്ച് അടിച്ചത് കൊണ്ട് ഒരു കാരണവശാലും ആ തുമ്പ് ഇനിയിപ്പോൾ ഇതിലേക്ക് കയറി വരാതെ തന്നെ നമുക്ക് അടിക്കാൻ കഴിയും. എന്നിട്ട് ഈ ബെൽറ്റ് പീസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ ഭാഗവും പുറവും നമുക്ക് ക്ലിയറായിട്ട് കാണാം. എന്നിട്ട് ഇത് നേരെ തന്നെ ഇട്ടിട്ട് അങ്ങനെ തന്നെ നേരെ 3 പ്രാവശ്യം 1-2 പ്രാവശ്യം ഇതിങ്ങനെ മടക്കിയെടുക്കും. മുമ്പോട്ട് തന്നെ മടക്കിയെടുക്കും. മുമ്പോട്ട് തന്നെ അങ്ങനെ മടക്കിയെടുത്തിട്ട് ബെൽറ്റ് ഒന്നകത്തേക്കും ഒന്ന് പുറത്തേക്കും വെച്ച് തിരിക്കുക. അപ്പോൾ ഫ്രണ്ട് പീസ് കറക്റ്റ് ആ നടുക്ക് തന്നെ കിടക്കും.
കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ അടിക്കുക. അപ്പോൾ ക്ലിയർ. ഇപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. മുമ്പോട്ട് അങ്ങോട്ട് നൂർത്തിട്ടിട്ട് മുൻവശത്തേക്ക്, നല്ല വശമാണ് നമ്മൾ അവിടെ ഇടുന്നത്, ആ മുൻവശത്തേക്ക് വന്ന് ഇങ്ങനെ 1 മടക്കി 2 മടക്കി 3 മടക്കി കേട്ടോ. അങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഒരു ബെൽറ്റ് മുമ്പോട്ടും ഒരു ബെൽറ്റ് പുറകോട്ടും അങ്ങനെ ചെയ്തിട്ട് കറക്റ്റ് ഇങ്ങനെ തന്നെ എടുത്തിടുക. അത് കറക്റ്റ് കിട്ടണം. തുല്യമായ വീതിയിൽ തന്നെ കറക്റ്റ് ആ പ്രസറിൻ്റെ വീതിയൊക്കെ നമ്മൾ ആ തുമ്പ് പിടിക്കുമ്പം വളരെ വൃത്തിയായിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് പിടിച്ചാൽ ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓപ്പോസിറ്റ് ഒരു കളർ കൊടുത്തെങ്കിൽ തന്നെ അതങ്ങനെ വരാറില്ല. ഓപ്പോസിറ്റ് ഒരു കളർ കൊടുത്താൽ നമ്മൾ ഒരു പോയിൻ്റ് തള്ളി അടിച്ചാൽ മതി. ഇപ്പോൾ ഇത് നോക്കിയാൽ കറക്റ്റായിട്ട് എടുത്തു. ഈ തുമ്പെല്ലാം കറക്റ്റ് അകത്ത് പോയി. എത്രത്തോളം ഭംഗിയാന്ന് നോക്കി. നമ്മൾ ഓവർലോക്ക് മെഷീനൊന്നും നമുക്ക് വീട്ടിലില്ലാത്തവർക്കാണ് എത്രത്തോളം ഇത് ഗുണകരമാകുമെന്ന് നോക്കി. എങ്ങനെ ഒരു ഫിനിഷിങ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിലേ ഉള്ളൂ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡിനറി ആയിട്ട് എപ്പോഴും നമ്മൾ ചെയ്യാതെ നമ്മുടേതായ രീതിയിൽ തന്നെ നമുക്ക് ഒരു ഫിനിഷിങ് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ അത്രത്തോളം അത് ഭംഗിയായിരിക്കും. നമ്മൾ തയ്ക്കുന്ന മെഷീനിൽ തന്നെ നമുക്കങ്ങ് ചെയ്തെടുക്കാം. ഓവർലോക്ക് ചെയ്യാൻ നമുക്ക് എണീറ്റ് പോകേണ്ട കാര്യം പോലുമില്ല. ഇതാണ് നമ്മൾ ആദ്യം കാണിച്ച സാരി ബ്ലൗസ്. അതിൻ്റെ അകം ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. കണ്ടോ, അതങ്ങനെ ഇരിക്കുന്നു 2 വശം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തതിന് ഞാൻ ഒന്നും കൂടെ വൃത്തിയായിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം അതൊരു ഭംഗിയായി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും. കണ്ടോ, ആ സ്റ്റിച്ചിങ് നമുക്കുള്ളിലേക്ക് പോകുമ്പോൾ എത്രത്തോളം വൃത്തിയായി. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള രീതിയിലുള്ളതൊക്കെ ചെയ്ത് നോക്കണം കാര്യം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് ഫിനിഷിംഗായി എടുക്കാം. നമ്മുടെ ഓരോ വർക്കിനും നമുക്കൊരു ഫിനിഷിങ് വേണമല്ലോ. ഓർഡിനറി ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനും നമ്മൾ വൃത്തിയായി തന്നെ ചെയ്തെടുക്കുക. അപ്പം അത് അത്രത്തോളം തന്നെ ഒരു ഭംഗിയായിരിക്കും. എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. അത് ഇനിയും പുതിയ ഇടുന്ന വീഡിയോകൾ വേണമെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഫോളോ ബട്ടൺ അമർത്തണം. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതിൻ്റെ ആകവശമൊക്കെ കണ്ടോ, എത്രത്തോളം ഭംഗിയായിരിക്കുന്നു. അതുപോലെ തന്നെ ചെയ്യുക. ഞാൻ തയ്ച്ചതിലും വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ തയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും ഇതുപോലെ തന്നെ അടുത്ത ഗുണകരമായ വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. പുതിയ ഐഡിയയും വീഡിയോയുമായി ഇനിയെത്താം. എല്ലാവർക്കും താങ്ക് യു.